ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ടാലൻറ്റ് അക്കാഡമിയുടെ ഓൺലൈൻ ക്ലാസ്സുകളിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് റെയിൽവേ എക്സാമിന് വേണ്ടിയുള്ള ചില ചോദ്യങ്ങളാണ് നമ്മളിന്ന് പ്രത്യേകിച്ച് ചർച്ച ചെയ്യാൻ പോകുന്നത്. അതിനു മുൻപേ എല്ലാ ക്ലാസ്സിൽ നമ്മൾ പറയുന്ന പോലെ ടാലൻറ്റ് അക്കാഡമിയുടെ പുതിയ ചില കോഴ്സുകളും ചില ഓഫേഴ്സുമാണ് നിങ്ങൾക്ക് ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടി പോകുന്നത്. ടാലൻറ്റ് അക്കാഡമി എന്ത് ചെയ്യുന്നുണ്ട്? കേരളാസ് ബിഗ്ഗസ്റ്റ് സ്കോളർഷിപ്പ് എക്സാം ഫോർ കേരള PSC ആസ്പിരൻസ്. അപ്പോൾ കേരള PSC നോക്കുന്ന, കേരള PSC ആയാലും എന്ത് SSC ആയാലും എന്തിനു വേണ്ടി നോക്കുന്ന ആൾക്കാരായാലും നിങ്ങൾക്ക് വേണ്ടി ഒരു ബിഗ്ഗസ്റ്റ് സ്കോളർഷിപ്പ് എക്സാം ആര് കണ്ടക്ട് ചെയ്യുന്നുണ്ട്? നമ്മുടെ ടാലൻറ്റ് അക്കാഡമി കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ 15 മാർച്ച് സാറ്റർഡേ ആണ് അത് കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങളത് ഓർമ്മിച്ച് വയ്ക്കുക. മാർച്ച് 15-ാം തീയതിയാണ് ഈ ഒരു എക്സാം കണ്ടക്ട് ചെയ്യുന്നത്. അന്ന് സാറ്റർഡേ ആയതുകൊണ്ട് നിങ്ങൾക്ക് കഴിയുന്നതും വരാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ സാഹചര്യം ലഭിക്കുന്ന ഒരു ദിവസമാണ് ഈ സാറ്റർഡേ. അതുകൊണ്ട് നിങ്ങൾക്ക് എന്തായാലും വന്ന് പങ്കെടുക്കാം. ഇത് ഓഫ്ലൈൻ സെൻറ്റേഴ്സിലാണ് നടക്കുന്നത് കേട്ടോ. അക്രോസ് കേരളത്തിൻ്റെ എല്ലാ ഇടത്തുമുള്ള ഓഫ്ലൈൻ സെൻറ്റേഴ്സിലാണ് ഈ ഒരു എക്സാം നടക്കുന്നത്. ഇത് എഴുതിയത് കൊണ്ട് നിങ്ങൾക്ക് എന്ത് ബെനിഫിറ്റ് എന്ന് ചോദിച്ചാൽ, ഇതിൽ ഒന്നാം സ്ഥാനം ഫസ്റ്റ് പ്രൈസ് കിട്ടുന്ന പേർക്ക് എന്താണ് 100% സ്കോളർഷിപ്പാണ്. അതായത് ഒരു പൈസ അടയ്ക്കാതെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യേണ്ട ഒരു അവസരം ലഭിക്കുന്നതാണ്. ഇനി അല്ല സെക്കൻഡ് പ്രൈസാണ് നിങ്ങൾക്ക് കിട്ടുന്നതെങ്കിൽ 50% സ്കോളർഷിപ്പ് ആയിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്നത്. അപ്പോൾ ഒരു പകുതി എമൗണ്ടിലൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ ഒരു ഡിഗ്രി ലെവല് PSC നടത്തുന്ന ഏതൊരു എക്സാമിലായാലും നിങ്ങൾക്ക് 50% ഫീസോടുകൂടി പഠിക്കാൻ സാധിക്കും. മൂന്നാമത്തെ, അതായത് തേർഡ് ഇതിലാണ് എത്തുന്നതെങ്കിൽ, നിങ്ങൾക്ക് തേർഡ് പ്രൈസാണ് കിട്ടുന്നതെങ്കിൽ നിങ്ങൾക്ക് 25% സ്കോളർഷിപ്പ് ആയിരിക്കും ലഭിക്കുന്നത്. 25% സ്കോളർഷിപ്പ് ആയിരിക്കും ഈ ഒരു ഇതിന് ലഭിക്കുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഉറപ്പായിട്ട് ഈ മാർച്ച് 15-ന് നടത്തുന്ന എക്സാമിന് പങ്കെടുക്കുക. അതിന് വേറെ നിങ്ങൾക്ക് ചിലവുകളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. ചിലപ്പോൾ നിങ്ങൾക്ക് ഭാഗ്യമുണ്ടെങ്കിൽ ഇതിൽ ഏതെങ്കിലും ഒരു ഇത് നിങ്ങൾക്ക് കിട്ടാം. 1ാം സ്ഥാനമോ 2ാം സ്ഥാനമോ 3ാം സ്ഥാനമോ നിങ്ങൾക്ക് ലഭിക്കാം. അങ്ങനെ ലഭിക്കുകയാണെങ്കിൽ എന്തായാലും നിങ്ങളുടെ സ്വപ്ന സാക്ഷാത്കാരത്തിന് വേണ്ടിയുള്ള ആ ഒരു ജോലിയിലേക്ക് നിങ്ങൾക്ക് എത്തിപ്പെടാൻ കഴിയും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് RRBയുടെ എക്സാമിന് വേണ്ടിയാണ്. അപ്പോൾ RRB ഗ്രൂപ്പ് D അത് നമുക്കറിയാം വന്നു കഴിഞ്ഞിരിക്കുകയാണ്. എല്ലാവരും ഒരുപാട് ആവേശത്തോടു കൂടി കാത്തിരുന്നതും പഠിക്കുന്നതും തയ്യാറെടുക്കുന്നതുമായിട്ടുള്ള ഒരു എക്സാമാണ് ഗ്രൂപ്പ് D എന്ന് പറയുന്നത്. അതിലേക്ക് വേണ്ടി നിങ്ങൾക്ക് എന്തായാലും ടാലൻറ്റ് അക്കാഡമിയുടെ ഭാഗത്തു നിന്ന് നല്ലൊരു കോച്ചിങ് നൽകുന്നുണ്ട്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും അതിലും എന്ത് ചെയ്യാം, പങ്കെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ക്വാളിഫിക്കേഷൻ എല്ലാം കൊടുത്തിട്ടുണ്ട്. 10th പാസ്സായ ആർക്കായാലും ഈ ഒരു എക്സാം അപേക്ഷിക്കുകയും എഴുതുകയും ചെയ്യാം. ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 18 തൊട്ട് 36 വരെ മാത്രമേ ഉള്ളൂ. ആപ്ലിക്കേഷൻ സ്റ്റാർട്ടഡ് ഡേറ്റ് 2025 ജനുവരി 23 തൊട്ട് അത് സ്റ്റാർട്ടിംഗ് ആണ്, ഓപ്പൺഡ് ആണ്. എൻഡ് ചെയ്യുന്നത് മാർച്ച് 1-നാണ്. എൻഡ് ചെയ്യാൻ പോകുന്നത് മാർച്ച് 1-നാണ്. നിങ്ങൾക്ക് ഈ ഗ്രൂപ്പ് D എക്സാം എന്തായാലും എന്ത് ചെയ്യാം, നിങ്ങൾക്ക് എഴുതാവുന്നതേ ഉള്ളൂ. നിങ്ങൾ അപേക്ഷിച്ചിട്ട് എഴുതുക. ധാരാളം വേക്കൻസി ഉണ്ട്. അതായത് ഇത്രയും വേക്കൻസി നിങ്ങൾക്ക് 32,438 വേക്കൻസിയാണ് ഓൾ ഇന്ത്യ ലെവൽ വരുന്നത്. അത് ചിലപ്പോൾ സോൺ തിരിച്ചൊക്കെ വരുമ്പോഴേക്കും വലിയ മാറ്റങ്ങൾ ഉണ്ടാകാം. നമുക്ക് സദേൺ ഇതിന് സോണുകളുണ്ടല്ലോ, ആ സോണുകളിലേക്കൊക്കെ വരുമ്പോൾ അതിലേക്ക് ഇതിൻ്റെ ആ ഒരു വേക്കൻസിയിലൊക്കെ മാറ്റങ്ങളുണ്ടാകും. അപ്പോൾ ഇത് ഓൾ ഇന്ത്യ ലെവലിലുള്ള ഒരു വേക്കൻസിയാണ് ഈ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഒരു ചാകര പോലെ നിങ്ങൾക്ക് വന്നിരിക്കുകയാണ്. ഉറപ്പായിട്ട് അതിനുവേണ്ടി ശ്രമിക്കുക എന്ന് മാത്രമേ പറയാനുള്ളൂ. അപ്പോൾ നന്നായിട്ട് ശ്രമിക്കുക. അടുത്തതിലേക്ക് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ ആ ഒരു ചോദ്യത്തിലേക്ക് കടക്കാം. അടുത്ത ചോദ്യം, നമ്മുടെ ചോദ്യം എന്താണ് നമുക്ക് നോക്കാം. ഗ്രൂപ്പ്, അതായത് RRB എക്സാമിന് വേണ്ടിയുള്ളതാണ്. ഗ്രൂപ്പ് Dക്കാർക്ക് വേണമെങ്കിലും ഈ ഒരു പാറ്റേണിൽ തന്നെ പഠിച്ചു വരാവുന്നതേ ഉള്ളൂ. നിങ്ങൾ ധൈര്യമായിട്ട് പഠിക്കുക. നിലവിൽ RRB എക്സാം ഗ്രാജുവേറ്റ് ലെവലിലുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അത്യാവശ്യം നല്ല നിലവാരത്തിലായിരിക്കും ചോദ്യങ്ങളെല്ലാം ഉണ്ടാവുന്നത്. ആ ഒരു നിലവാരത്തിൽ തന്നെ നമ്മൾ പഠിക്കണം. ഗ്രൂപ്പ് Dക്കാർ കുറച്ചുകൂടി നിലവാരം കുറച്ച് പഠിച്ചാൽ മതി. രണ്ടായാലും നല്ല എക്സാമുകളാണ്. റെയിൽവേയിൽ ഏതൊരു പൊസിഷനിൽ എത്തിയാലും അതൊരു നല്ല മികച്ച ജോലി സാധ്യത തന്നെയാണ്. അപ്പോൾ വിച്ച് ഓഫ് ദി ഫോളോയിങ് കൺട്രീസ് ഡസ് നോട്ട് ഷെയർ ഇറ്റ്സ് ലാൻഡ് ബൗണ്ടറി വിത്ത് ഇന്ത്യ? അപ്പോൾ ഈ കൊടുത്തിരിക്കുന്ന ഈ രാജ്യങ്ങളിൽ ഇന്ത്യയുമായിട്ട് ലാൻഡ് ബൗണ്ടറി ഇല്ലാത്തത് ആർക്ക് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും രാജ്യങ്ങൾ, ബംഗ്ലാദേശ് ഉണ്ട്, ചൈനയുണ്ട്, മ്യാൻമർ ഉണ്ട്, താജിക്കിസ്ഥാൻ ഉണ്ട് അല്ലേ. അപ്പോൾ ഇതിൽ ഇന്ത്യയുമായിട്ട് ലാൻഡ്
ലാൻഡ് ബൗണ്ടറി ഇല്ലാത്തത് ആരാണ്? വളരെ ഈസി ആയിട്ടുള്ള ചോദ്യമാണ് കേട്ടോ. വളരെ ഈസി ആയിട്ടുള്ള ചോദ്യമാണ്. ഇന്ത്യയുമായിട്ട് ലാൻഡ് ബൗണ്ടറി ഉള്ളത് 7 രാജ്യങ്ങൾക്കാണ് അല്ലേ? ഇന്ത്യയുമായിട്ട് ലാൻഡ് ബൗണ്ടറി ഉള്ളത് എത്ര രാജ്യങ്ങൾക്കുണ്ട്? 7 രാജ്യങ്ങൾക്കുണ്ട്. 7 രാജ്യങ്ങൾക്കുണ്ട്. ആ 7 രാജ്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കുന്നത് വളരെ നല്ലതാണ്. ആ 7 രാജ്യങ്ങളെ നമ്മൾ പഠിച്ചിരിക്കേണ്ടത് ആവശ്യകതയാണ് അല്ലേ? 7 രാജ്യങ്ങൾ നമുക്ക് അറിഞ്ഞിരിക്കണം. അപ്പോൾ അയൽ രാജ്യങ്ങൾ 9 ആണെങ്കിൽ ഇന്ത്യയുമായിട്ട് ലാൻഡ് ബൗണ്ടറി പങ്കിടുന്നത് 7 രാജ്യങ്ങളാണ് കേട്ടോടെ. അപ്പോൾ 7 രാജ്യങ്ങൾ ഓക്കെ, 7 എന്ന് എഴുതി. ഏതൊക്കെയാണ് 7 രാജ്യങ്ങൾ? ജസ്റ്റ് നമുക്കൊന്ന് നോക്കാം. ഒന്ന് ദാ ഇവിടെ കൊടുത്തിട്ടുണ്ട് ബംഗ്ലാദേശ്. ഒന്ന് ബംഗ്ലാദേശ് ഓക്കെ. 2 ചൈന ഇന്ത്യയുമായിട്ട് ലാൻഡ് ബൗണ്ടറി ഉള്ള രണ്ടാമത്തെ രാജ്യം ചൈന. മൂന്നാമത്തത് മ്യാൻമർ ആണ്. 4 പാകിസ്ഥാൻ ഉണ്ടല്ലേടെ. പാകിസ്ഥാൻ 4 പാകിസ്ഥാൻ ഉണ്ട്. 4 പാകിസ്ഥാൻ 5 അഫ്ഗാനിസ്ഥാൻ 5 6 നേപ്പാൾ 7 ഭൂട്ടാൻ ഓക്കെ. പറയേണ്ട കാര്യമില്ല, നമുക്ക് നല്ല രീതിയിൽ അറിയാവുന്ന ഒരു കാര്യമാണ്. ഇന്ത്യയുമായിട്ട് ലാൻഡ് ബൗണ്ടറി പങ്കുവയ്ക്കുന്ന രാജ്യങ്ങൾ, ഇന്ത്യയുമായിട്ട് ലാൻഡ് ബൗണ്ടറി പങ്കുവയ്ക്കുന്ന രാജ്യങ്ങൾ 7 രാജ്യങ്ങളാണുള്ളത്. നമ്മൾ പറഞ്ഞു ബംഗ്ലാദേശ്, ചൈന, മ്യാൻമർ ഓൾറെഡി ഓപ്ഷനിൽ ഉള്ള രാജ്യങ്ങളാണ് ഇത് 3. അതല്ലാതെ പറയുകയാണെങ്കിൽ പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, നേപ്പാൾ, ഭൂട്ടാൻ ഇത്രയും രാജ്യങ്ങളുമായിട്ടാണ് ഇന്ത്യ ലാൻഡ് ബൗണ്ടറി പങ്കുവയ്ക്കുന്നത്. എന്നാൽ ഇന്ത്യയുടെ അയൽ രാജ്യങ്ങൾ ചോദിച്ചാൽ 9 ആണ്. ആ 9 രാജ്യങ്ങൾ നമുക്ക് 7 മായി. 2 ആരൊക്കെയാണ്? ഒന്ന് ശ്രീലങ്ക, അതായത് അയൽ രാജ്യങ്ങൾ. ഇന്ത്യയുടെ നൈബറിംഗ് കൺട്രീസ് ആരൊക്കെയാണ്? ഇന്ത്യയുടെ നൈബറിംഗ് കൺട്രീസ് ആരൊക്കെയെന്ന് ചോദിച്ചാൽ നമുക്ക് ഈ 7 രാജ്യങ്ങളും പറയണം. അത് കൂടാതെ നമുക്ക് 2 പേര് കൂടിയുണ്ട്. കാരണം അയൽ രാജ്യങ്ങളുടെ എണ്ണം, നൈബറിംഗ് കൺട്രീസിന്റെ എണ്ണം എത്രയാണ്? 9 എണ്ണം ഉണ്ടല്ലേ. ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളുടെ എണ്ണം എത്രയെന്ന് ചോദിച്ചാൽ അത് 9 രാജ്യങ്ങളുണ്ട്. ഏതൊക്കെ? 1 എന്ന് പറയുന്നത് ശ്രീലങ്ക കൂടി നമുക്ക് എഴുതണം അല്ലെ. 7 കഴിഞ്ഞാൽ 8 ശ്രീലങ്ക. 9 എന്ന് പറയുന്നത് മാലിദ്വീപാണ്. മാലിദ്വീപ് ഓക്കെ. മാലിദ്വീപാണ്. 8 ശ്രീലങ്ക, 9 മാലിദ്വീപാണ്. അപ്പൊ ഇത്രയും ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളാണ്. അപ്പൊ ഇന്ത്യയുടെ അയൽ രാജ്യങ്ങൾ പറയുമ്പോൾ ഈ 7 രാജ്യങ്ങൾ, കരാതിർത്തി പങ്കുവയ്ക്കുന്ന 7 രാജ്യങ്ങളും പറയണം. കൂടെ ആരെ കൂടി പറയണം? 8 ശ്രീലങ്ക, 9 മാലിദ്വീപ്. ഇവരുമായിട്ട് നമുക്ക് എന്തില്ല? കര അതിർത്തിയില്ല, സമുദ്ര അതിർത്തി മാത്രമേ ഉള്ളൂ. കരാതിർത്തിയില്ല, സമുദ്ര അതിർത്തി മാത്രമേ ഉള്ളൂ. ഓക്കെ. അപ്പോൾ ഇന്ത്യയുമായിട്ട് കരാതിർത്തി പങ്കുവയ്ക്കുന്ന രാജ്യങ്ങൾ 7 എന്ന് പറയുന്നത് പോലെ തന്നെ ഇന്ത്യയുമായിട്ട് സമുദ്രാതിർത്തി പങ്കുവയ്ക്കുന്ന രാജ്യങ്ങളും 7 രാജ്യങ്ങളുണ്ട് കേട്ടോ. ഇന്ത്യയുമായിട്ട് സമുദ്രാതിർത്തി പങ്കുവയ്ക്കുന്ന രാജ്യങ്ങളും എത്ര എണ്ണം ഉണ്ട്? 7 രാജ്യങ്ങളുണ്ട്. ഓക്കെ. അപ്പൊ ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായല്ലോടെ. അപ്പോൾ ഇതിന്റെ ഉത്തരം താജിക്കിസ്ഥാനാണ് അല്ലേ? ഇതിന്റെ ഉത്തരം ഏതാണ്? താജിക്കിസ്ഥാനാണ്. ഇന്ത്യയുമായിട്ട് കര അതിർത്തി പങ്കുവയ്ക്കാത്ത രാജ്യം എന്ന് ചോദിച്ചാൽ അത് താജിക്കിസ്ഥാനാണ്. ഓക്കെ. അപ്പൊ നമ്മൾ അടുത്തൊരു പോയിന്റ് കൂടി നമ്മൾ ജസ്റ്റ് പറഞ്ഞായിരുന്നു. എന്താണ് പറഞ്ഞത്? ഇന്ത്യയുമായിട്ട് സമുദ്രാതിർത്തി പങ്കുവയ്ക്കുന്ന രാജ്യങ്ങളുടെ എണ്ണം നമ്മൾ പറഞ്ഞു അല്ലേ. ഇന്ത്യയുമായിട്ട് സമുദ്രാതിർത്തി പങ്കുവയ്ക്കുന്ന രാജ്യങ്ങളുടെ എണ്ണം 7 എന്ന് പറഞ്ഞു. ഇന്ത്യയുമായിട്ട് സമുദ്രാതിർത്തി പങ്കുവയ്ക്കുന്ന രാജ്യങ്ങളുടെ എണ്ണം 7 എന്ന് പറഞ്ഞു അല്ലേ. 7 ഇന്ത്യയുമായിട്ട് സമുദ്രാതിർത്തി പങ്കുവയ്ക്കുന്ന രാജ്യങ്ങളുടെ എണ്ണം 7 എന്ന് പറഞ്ഞു. അപ്പോൾ 1 പാകിസ്ഥാൻ ഇന്ത്യയുമായിട്ട് സമുദ്രാതിർത്തി പങ്കുവയ്ക്കുന്നുണ്ട്. കൂടാതെ കരാതിർത്തി ഉണ്ടല്ലേ. 1 പാകിസ്ഥാൻ അല്ലേ. 2 എന്ന് പറയുന്നത് ബംഗ്ലാദേശ്, ഇന്ത്യയുമായിട്ട് സമുദ്രാതിർത്തിയുമുണ്ട്, അതേപോലെ കരാതിർത്തിയുമുണ്ട്. ബംഗ്ലാദേശിന് ഇന്ത്യയുമായിട്ട് സമുദ്രാതിർത്തിയുമുണ്ട്, കരാതിർത്തിയുമുണ്ട്. 3 മ്യാൻമറിന് എന്തൊക്കെയുണ്ട്? മ്യാൻമർ ഇന്ത്യയുമായിട്ട് കരാതിർത്തിയുമുണ്ട്, സമുദ്രാതിർത്തിയുമുണ്ട് അല്ലേ. മ്യാൻമറിന് ഇന്ത്യയുമായിട്ട് കരാതിർത്തിയുമുണ്ട്, സമുദ്രാതിർത്തിയുമുണ്ട്. അപ്പോൾ ഇന്ത്യയുമായിട്ട് കരാതിർത്തിയും സമുദ്രാതിർത്തിയുമുള്ള രാജ്യങ്ങളാണ് പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, മ്യാൻമർ എന്നീ രാജ്യങ്ങൾ. ഓക്കെ. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്താണ്? സമുദ്രാതിർത്തി മാത്രമുള്ളവയെ അയൽ രാജ്യങ്ങളെയുമായിട്ട് നോക്കി. ശ്രീലങ്ക അല്ലേ. ശ്രീലങ്ക 4 ആരാടെ? ശ്രീലങ്ക 4 ആരാണ്? ശ്രീലങ്ക. 5 ആരാണ്? 5 എന്ന് പറയുന്നത് മാലിദ്വീപാണ്. മാലിദ്വീപ് ശ്രീലങ്ക കഴിഞ്ഞാൽ മാലിദ്വീപ്. 5 മാലിദ്വീപ്, 4 ശ്രീലങ്ക, 5 മാലിദ്വീപ്. ഓക്കെ. 6 ഏതാണ്? തായ്ലൻഡ് ആണ് കേട്ടോ. 6 ആരാണ്?
തായ്ലൻഡ് ഇന്ത്യയുമായിട്ട് സമുദ്രാതിർത്തിയുണ്ട് അല്ലേ. 7 എന്ന് പറയുന്നത് ഇന്തോനേഷ്യ. 7 എന്ന് പറയുന്നത് ഇന്തോനേഷ്യ 7 ഇന്തോനേഷ്യ അല്ലേ. ഇന്ത്യയുമായിട്ട് സമുദ്രാതിർത്തി. ഇപ്പൊ കരാതിർത്തി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അല്ലേടെ. കരാതിർത്തി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ നമ്മൾ പറഞ്ഞതാണ് സമുദ്രാതിർത്തി പങ്കുവയ്ക്കുന്ന രാജ്യങ്ങളുടെ എണ്ണം എത്രയാണ്? 7 എന്ന് നമ്മൾ പറഞ്ഞു അല്ലേടെ. സമുദ്രാതിർത്തി പങ്കുവയ്ക്കുന്ന രാജ്യങ്ങളുടെ എണ്ണം 7 എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ഓരോ രാജ്യങ്ങളായിട്ട് നമ്മൾ പറഞ്ഞു വന്നതാണ്. 1 പാകിസ്ഥാൻ, 2 ബംഗ്ലാദേശ്, 3 മ്യാൻമർ, 4 ശ്രീലങ്ക, 5 മാലിദ്വീപ്, 6 തായ്ലൻഡ്, 7 ഇന്തോനേഷ്യ. അപ്പോൾ നമ്മൾ ആദ്യം കൊടുത്തിരിക്കുന്ന 3 പേരുടെ കാര്യം എടുക്കുകയാണെങ്കിൽ ഇവർക്ക് എന്തൊക്കെയുണ്ട്? ഇന്ത്യയുമായിട്ട് സമുദ്രാതിർത്തിയുമുണ്ട് കരാതിർത്തിയുമുണ്ട് അല്ലേടെ. ആദ്യം കൊടുത്തിരിക്കുന്ന 3 പേരെ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇന്ത്യയുമായിട്ട് സമുദ്രാതിർത്തിയുമുണ്ട് കര അതിർത്തിയുമുണ്ട് ഇവർക്ക് അല്ലേ. ബാക്കി അടുത്ത 2 പേരെ എടുക്കുകയാണ്. ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളാണ്, പക്ഷേ ഇന്ത്യയുമായിട്ട് സമുദ്രാതിർത്തി മാത്രമേ ഇവർക്കുള്ളൂ അല്ലേ. ശ്രീലങ്ക ആയാലും മാലിദ്വീപ് ആയാലും ഇന്ത്യയുടെ എന്ത് രാജ്യങ്ങളാണ്? നൈബറിംഗ് കൺട്രീസ് ആണ് ഇവർ അല്ലേ. ശ്രീലങ്കയും മാലിദ്വീപും ഇന്ത്യയുടെ നൈബറിംഗ് കൺട്രീസ് ആണ്, പക്ഷേ ഇവർക്ക് എന്ത് മാത്രമേ ഉള്ളൂ? ഇന്ത്യയുമായിട്ട് സമുദ്ര അതിർത്തി മാത്രമേ ഉള്ളൂ അല്ലേ. അടുത്തത് എന്ന് പറയുന്നത് തായ്ലൻഡും ഇന്തോനേഷ്യയുമാണ്. ഇവർ ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളല്ല, എന്നാൽ ഇന്ത്യയുമായിട്ട് അടുത്ത് കിടക്കുന്ന രാജ്യങ്ങളാണ്. ഇവർ ഇന്ത്യയുമായിട്ട് സമുദ്രാതിർത്തിയാണ് പങ്കുവയ്ക്കുന്നത്. കാരണം എന്ത് എന്ന് ചോദിച്ചാൽ തീരപ്രദേശമുള്ള സമുദ്രതീരമുള്ള ഒരു രാജ്യം എടുക്കുകയാണ് എന്ന് വയ്ക്കുക. സമുദ്രതീരമുള്ള ഒരു രാജ്യം എടുക്കുകയാണെങ്കിൽ ആ രാജ്യത്തിൻ്റെ കരയോട് ചേർന്ന് കിടക്കുന്ന സമുദ്രഭാഗങ്ങളുടെ 12 നോട്ടിക്കൽ മൈൽ ഭാഗം കൂടി 12 നോട്ടിക്കൽ മൈൽ ഭാഗം കൂടി 12 നോട്ടിക്കൽ മൈൽ ഭാഗം കൂടി ആ രാജ്യത്തിൻ്റെ കരഭാഗമായിട്ട് തന്നെയാണ് പരിഗണിക്കുന്നത് കേട്ടോടെ. ഇതിനെ ടെറിറ്റോറിയൽ വാട്ടേഴ്സ് എന്നാണ് അറിയപ്പെടുന്നത്. ടെറിറ്റോറിയൽ വാട്ടേഴ്സ്. അപ്പോൾ സമുദ്രമുള്ള ഒരു രാജ്യം എടുക്കുകയാണ്, അതായത് തീരമുള്ള സമുദ്രം ചേർന്ന് കിടക്കുന്ന ഒരു രാജ്യം എടുക്കുകയാണെങ്കിൽ ആ രാജ്യത്തിൻ്റെ 12 നോട്ടിക്കൽ മൈൽ സമുദ്രഭാഗം, അതായത് കരയോട് ചേർന്ന് കിടക്കുന്ന 12 നോട്ടിക്കൽ മൈൽ സമുദ്രഭാഗം എന്ന് പറയുമ്പോൾ ഏകദേശം 22 കിലോമീറ്റർ ഭാഗം കൂടി എന്തായിട്ട് പരിഗണിക്കുന്നു? ആ രാജ്യത്തിൻ്റെ കരഭാഗമായിട്ട് തന്നെയാണ് പരിഗണിക്കുന്നത്. അതായത് കര അതിർത്തി പോലെയാണ് പരിഗണിക്കുന്നത്. അങ്ങനെയുള്ള അതിർത്തിയാണ് ആർക്കുള്ളത്? തായ്ലൻഡിനും ഇന്തോനേഷ്യയുമായിട്ട് ഇന്ത്യക്കുള്ളത്. ഇന്ത്യക്കുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഇന്ത്യയുടെ അതിർത്തികൾ എന്ന് പറയുന്നത്. അപ്പോൾ കരാതിർത്തിയും സമുദ്രാതിർത്തിയും. ഓക്കെ, അപ്പോൾ 2 രാജ്യങ്ങളെ നിങ്ങൾക്കറിയാം. കാരാതിർത്തി പങ്കുവയ്ക്കുന്ന രാജ്യങ്ങളെ അറിയാം, സമുദ്രാതിർത്തി പങ്കുവയ്ക്കുന്ന രാജ്യങ്ങളെ അറിയാം, അയൽ രാജ്യങ്ങളെ അറിയാം. മാത്രമല്ല കരാതിർത്തിയും സമുദ്രാതിർത്തിയുമുള്ള രാജ്യങ്ങളെ അറിയാം, അയൽ രാജ്യങ്ങളിൽ സമുദ്രാതിർത്തി മാത്രമുള്ള രാജ്യങ്ങളെ അറിയാം. ഇനി നമ്മുടെ അല്ലാതെ സമുദ്രാതിർത്തി മാത്രം പങ്കുവയ്ക്കുന്ന രാജ്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് വ്യക്തമായ ധാരണയായി അല്ലേ. അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ ചോദ്യം എന്തായിരുന്നു? Which of the following countries does not share its land boundary with India? ഇതായിരുന്നു നമ്മുടെ ചോദ്യം. അപ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് പിക്ക് ചെയ്യാൻ കഴിഞ്ഞു. അത് താജിക്കിസ്ഥാനാണ് അല്ലേ. അത് താജിക്കിസ്ഥാനാണ്. ഇന്ത്യയുമായിട്ട് ലാൻഡ് ബൗണ്ടറി ഇല്ലാത്ത രാജ്യം എന്ന് പറയുന്നത് അത് താജിക്കിസ്ഥാനാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഉത്തരമായി. അത് കഴിഞ്ഞ് അടുത്ത ചോദ്യത്തിലേക്ക് നമ്മൾ പോവുകയാണ്. അപ്പോൾ അടുത്ത ചോദ്യം ഇതാണ്. ഇന്ത്യ shares its longest international land boundary വിത്ത് ഏത് രാജ്യവുമായിട്ടാണ് ഇന്ത്യക്ക് ഏറ്റവും ലോങ്ങസ്റ്റ് ആയിട്ടുള്ള ലാൻഡ് ബൗണ്ടറി ഉള്ളത് എന്നാണ് ചോദ്യം. അപ്പോൾ ഇന്ത്യ ഷെയർസ് ഇറ്റ്സ് ലോങ്ങസ്റ്റ് ഇന്റർനാഷണൽ ലാൻഡ് ബൗണ്ടറീസ് വിത്ത് ആരുമായിട്ടാണ്? ഇന്ത്യക്ക് ഏറ്റവും ദൈർഘ്യമുള്ള ഏറ്റവും നീളമുള്ള ലാൻഡ് ബൗണ്ടറീസ് ഉള്ളത്. ഓക്കെ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് അതുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന 1-2 കാര്യങ്ങൾ കൂടി നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ലാൻഡ് ബൗണ്ടറീസ് എടുക്കുകയാണ്. അപ്പോൾ ബംഗ്ലാദേശാണ് നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത്. ബംഗ്ലാദേശാണ് ഇന്ത്യയുമായിട്ട് ഏറ്റവും കൂടുതൽ ലാൻഡ് ബൗണ്ടറീസ് ഉള്ള രാജ്യം എന്ന് പറയുന്നത്. 4096.7 കിലോമീറ്ററാണ് ബംഗ്ലാദേശുമായി ഇന്ത്യക്കുള്ള ലാൻഡ് ബൗണ്ടറീസ് എന്ന് പറയുന്നത് കേട്ടോടെ. 4096.7 കിലോമീറ്ററാണ്. 4096.7 കിലോമീറ്റർ ദൂരമുണ്ട് ആർക്ക്? ഇന്ത്യക്കും ബംഗ്ലാദേശിനും ഇടയിൽ കേട്ടോടെ. ഇന്ത്യക്കും ബംഗ്ലാദേശിനും ഇടയിൽ ആ ഒരു ബൗണ്ടറി എന്ന് പറയുന്ന 4096.7 കിലോമീറ്ററോളം ഉണ്ട്. 4096.7 കിലോമീറ്റർ ഉണ്ട്. ഇനി ബംഗ്ലാദേശ് കഴിഞ്ഞാൽ
അടുത്തത് ചൈനയുമായിട്ടാണ് ഇന്ത്യക്ക് ആ ഒരു ദൈർഘ്യമുള്ള ലാൻഡ് ബൗണ്ടറി ഉള്ളത് അല്ലേ. അപ്പം നമ്മുടെ ചോദ്യം എന്തായിരുന്നു? ഇന്ത്യയുമായിട്ട് ഏറ്റവും കൂടുതൽ ലാൻഡ് ബൗണ്ടറി ഉള്ളത് ആർക്കാണ് എന്നാണ് ചോദിച്ചത്. അത് ബംഗ്ലാദേശുമായിട്ടാണ് ഇന്ത്യക്ക് ഏറ്റവും കൂടുതൽ ലാൻഡ് ബൗണ്ടറി ഉള്ളത്. നമ്മൾ എഴുതി 4096.7 കിലോമീറ്റർ ആണ് ലാൻഡ് ബൗണ്ടറി എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത് ചൈനയാണ്. ചൈന ഇന്ത്യയുമായിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ ലാൻഡ് ബൗണ്ടറി ഉള്ളതാണ്. ഏതാ? ചൈന 3488 കിലോമീറ്റർ ഉണ്ട്. 3488 കിലോമീറ്റർ ആണ് ഇന്ത്യക്കും ചൈനയ്ക്കും ഇടയിലെ ലാൻഡ് ബൗണ്ടറി എന്ന് പറയുന്നത്. 3488 കിലോമീറ്ററോളം ഇന്ത്യക്കും ചൈനയ്ക്കും ഇടയിൽ എന്തുണ്ടേ? ലാൻഡ് ബൗണ്ടറി ഉണ്ട്. രണ്ടാം സ്ഥാനം ആരാടേ? അത് ചൈനയാണ്. രണ്ടാം സ്ഥാനം ആര് എന്ന് ചോദിച്ചാൽ അത് ചൈനയാണ്. ഇന്ത്യക്കും ചൈനയ്ക്കും ഇടയിലെ ലാൻഡ് ബൗണ്ടറി എന്ന് പറയുന്നത് 3488 കിലോമീറ്റർ ആണ്. 3488 കിലോമീറ്റർ ആണ്. ഏറ്റവും കുറവ് ആർക്കാണ്? കുറവ് ആർക്കാണ്? കുറവ് അഫ്ഗാനിസ്ഥാനാണ് കേട്ടോടെ. കുറവ് അഫ്ഗാനിസ്ഥാനാണ്. അഫ്ഗാനിസ്ഥാൻ എന്ന രാജ്യത്തിനാണ് ഇന്ത്യയുമായിട്ട് ലാൻഡ് ബൗണ്ടറി ഏറ്റവും കുറവുള്ളത്. വെറും 106 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ കേട്ടോടെ. 106 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. വെറും 106 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇന്ത്യയുമായിട്ട് ഏറ്റവും കുറച്ച് ലാൻഡ് ബൗണ്ടറി ഉള്ളത് ആർക്ക് എന്ന് ചോദിച്ചാൽ അത് അഫ്ഗാനിസ്ഥാനാണ്. ഇന്ത്യയുമായിട്ട് ഏറ്റവും കുറവ് ലാൻഡ് ബൗണ്ടറി ഉള്ള രാജ്യം എന്ന് ചോദിച്ചാൽ അതോ അഫ്ഗാനിസ്ഥാനാണ്. എത്ര കിലോമീറ്റർ മാത്രമേ ഉള്ളൂ? 106 കിലോമീറ്റർ മാത്രമേ അതിർത്തിയുള്ളൂ. പക്ഷേ അഫ്ഗാനിസ്ഥാൻ ഒരു പ്രത്യേകതയുണ്ട്, ഒരു പ്രശ്നമുണ്ട്. എന്തെന്ന് ചോദിച്ചാൽ ഈ അഫ്ഗാനിസ്ഥാൻ ആരുമായിട്ട് മാത്രമേ അതിർത്തിയുള്ളൂ? ഇന്ത്യയുടെ ഒരു കേന്ദ്രഭരണ പ്രദേശമായ ലഡാക്കുമായിട്ട് മാത്രമാണ് അതിർത്തി അല്ലേ. അപ്പോൾ നമ്മുടെ അഫ്ഗാനിസ്ഥാൻ ഇന്ത്യയുമായിട്ട് ഏറ്റവും കുറവ് അതിർത്തി പങ്കുവയ്ക്കുന്ന അഫ്ഗാനിസ്ഥാൻ്റെ പ്രശ്നം എന്താണ്? അഫ്ഗാനിസ്ഥാന് ഒരാളുമായിട്ട് മാത്രമേ അതിർത്തിയുള്ളൂ. അവനാണെങ്കിൽ ഒരു സംസ്ഥാനമല്ല അല്ലേ. ലഡാക്ക് എന്ന് പറയുന്ന ഒരു സംസ്ഥാനമല്ല, അതൊരു യൂണിയൻ ടെറിട്ടറിയാണ്, കേന്ദ്രഭരണ പ്രദേശമാണ്. അപ്പോൾ ഒരു കേന്ദ്രഭരണ പ്രദേശവുമായിട്ട് മാത്രമേ അഫ്ഗാനിസ്ഥാൻ അതിർത്തിയുള്ളൂ. അപ്പോൾ നമ്മൾ ചിന്തിക്കും സംസ്ഥാനങ്ങളുമായിട്ട് അതിർത്തി പങ്കുവയ്ക്കുന്നതിൽ ഏറ്റവും കുറവ് അതിർത്തി ആർക്കെന്ന് ചോദിച്ചാൽ അത് ഭൂട്ടാനാണ്. സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കുവയ്ക്കുന്നതിൽ ഏറ്റവും കുറവ് അതിർത്തി ആർക്ക് എന്ന് ചോദിച്ചാൽ അത് ഭൂട്ടാനാണ്. എത്രയെന്ന് ചോദിച്ചാൽ 699 കിലോമീറ്റർ ആണ്. എത്രയുണ്ട് എന്ന് ചോദിച്ചാൽ അത് 699 കിലോമീറ്റർ ആണ്. അപ്പോൾ ഇന്ത്യയുമായിട്ട് ഏറ്റവും കുറവ് അതിർത്തി പങ്കുവയ്ക്കുന്നതിൽ സംസ്ഥാനങ്ങളുമായിട്ടാണ് അതിർത്തി പങ്കുവയ്ക്കുന്നത് നോക്കുകയാണെങ്കിൽ അത് ഭൂട്ടാനാണ് ഏറ്റവും കുറവ് അതിർത്തിയുള്ളത് 699. മൊത്തത്തിൽ നോക്കിയാൽ ഭൂട്ടാൻ 2ാം സ്ഥാനമാണ്. ഓക്കെ, അഫ്ഗാനിസ്ഥാനെ പരിഗണിക്കുകയാണെങ്കിൽ ഭൂട്ടാൻ 2ാം സ്ഥാനത്താണ് വരുന്നത്. അപ്പോൾ ഏറ്റവും കുറവ് അതിർത്തി പങ്കുവയ്ക്കുന്നതിൽ 2ാം സ്ഥാനത്തുള്ള സംസ്ഥാനം ഏത് എന്ന് ചോദിച്ചാൽ അത് ഭൂട്ടാൻ തന്നെയാണ്. 1ാം സ്ഥാനത്താരും ചോദിച്ചാൽ അഫ്ഗാനിസ്ഥാനാണ്. പക്ഷെ ചോദ്യം ഇങ്ങനെ മാറുകയാണോ? സംസ്ഥാനങ്ങളുമായിട്ട് അതിർത്തി പങ്കുവയ്ക്കുന്നതിൽ ഏറ്റവും കുറവ് അതിർത്തി പങ്കുവയ്ക്കുന്നത് ആര് എന്ന് ചോദിച്ചാൽ അത് ഭൂട്ടാനാണ്. സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കുവയ്ക്കുന്നതിൽ ഏറ്റവും കുറവ് അതിർത്തി പങ്കുവയ്ക്കുന്നത് ആര് എന്ന് ചോദിച്ചാൽ അത് ഭൂട്ടാനാണ്. 699 കിലോമീറ്റർ മാത്രമാണ് അഫ്ഗാനിസ്ഥാൻ ഇന്ത്യയുമായിട്ടുള്ള അതിർത്തി എന്ന് പറയുന്നത്. അല്ല, ഇന്ത്യയുമായിട്ട് ഏറ്റവും കുറവ് അതിർത്തി പങ്കുവയ്ക്കുന്നത് ആര് എന്ന് ചോദിച്ചാൽ അത് അഫ്ഗാനിസ്ഥാനാണ്. ലഡാക്ക് എന്ന കേന്ദ്ര ഭരണ പ്രദേശവുമായിട്ടാണ് അഫ്ഗാനിസ്ഥാന് അതിർത്തിയുള്ളത്. എത്ര കിലോമീറ്റർ ഉണ്ട്? 106 കിലോമീറ്റർ ഉണ്ട്. ഓക്കെ, ഏറ്റവും കുറവ് സംസ്ഥാനങ്ങളുമായിട്ട് അതിർത്തിയുള്ളത് ആർക്ക് എന്ന് ചോദിച്ചാൽ അത് പാകിസ്ഥാനാണ് കേട്ടോടെ. ഏറ്റവും കുറവ് സംസ്ഥാനങ്ങളുമായിട്ട് 3 സംസ്ഥാനങ്ങളുമായിട്ട് മാത്രമേ അതിർത്തിയുള്ളൂ. ഏറ്റവും കുറവ് സംസ്ഥാനങ്ങളുമായിട്ട് അതിർത്തിയുള്ള ഇന്ത്യയുടെ അയൽ രാജ്യം ആര് എന്ന് ചോദിച്ചാൽ അത് പാകിസ്ഥാനാണ്. ഏതൊക്കെയാണ് 3 അയൽ രാജ്യങ്ങൾ എന്ന് ചോദിച്ചാൽ ഒന്ന് രാജസ്ഥാൻ. എന്താണ് പ്രത്യേകത എന്ന് ചോദിച്ചാൽ പാകിസ്ഥാനുമായിട്ട് കൂടുതൽ അതിർത്തിയാണ് ഇവനുള്ളത് അല്ലേ. പാകിസ്ഥാനുമായിട്ട് കൂടുതൽ അതിർത്തിയാണ് രാജസ്ഥാനുള്ളത്. ഒന്ന് രാജസ്ഥാനാണ്. പാകിസ്ഥാനുമായിട്ട് കൂടുതൽ അതിർത്തിയുള്ളതാണ് ആർക്ക്? നമ്മുടെ രാജസ്ഥാന്. 2ാം സ്ഥാനം എന്ന് പറയുന്നത് ഗുജറാത്ത് പാകിസ്ഥാനുമായിട്ട് കുറവ് അതിർത്തിയാണ് ഗുജറാത്തിനുള്ളത്. പാകിസ്ഥാനുമായിട്ട് വളരെ കുറച്ച് അതിർത്തി മാത്രമേ ഒരു ഷോർട്ടസ്റ്റ് ബൗണ്ടറിയാണ് ആർക്കുള്ളത്? ഗുജറാത്തിനുള്ളത്. ഇനി അടുത്ത ഉള്ള അതായത് 3 സ്റ്റേറ്റ് നമ്മൾ പറഞ്ഞു. 3ാമത്തെ സ്റ്റേറ്റാണ് പഞ്ചാബ്. അപ്പോൾ ഈ 3 സംസ്ഥാനങ്ങളുമായിട്ട് മാത്രമേ പാകിസ്ഥാൻ അതിർത്തിയുള്ളൂ. പക്ഷേ സംസ്ഥാനങ്ങളുടെ എണ്ണം കുറവാണെങ്കിലും കേന്ദ്രഭരണ പ്രദേശങ്ങളുടെ എണ്ണം ചോദിച്ചാൽ കൂടുതലാണ് കേട്ടോടെ. കേന്ദ്രഭരണ പ്രദേശം പറയുമ്പോൾ 2 കേന്ദ്രഭരണ പ്രദേശങ്ങളുമായിട്ട് പാകിസ്ഥാൻ അതിർത്തിയുണ്ട്. ജമ്മു കാശ്മീരും
ലഡാക്കും, ജമ്മു കാശ്മീർ ആൻഡ് ലഡാക്ക് എന്നീ 2 കേന്ദ്രഭരണ പ്രദേശവുമായിട്ട് പാകിസ്ഥാന് അതിർത്തിയുണ്ട് അല്ലേടേ. അപ്പോൾ രാജസ്ഥാൻ, ഗുജറാത്ത്, പഞ്ചാബ് എന്നീ 3 സംസ്ഥാനങ്ങളുമായിട്ടാണ് ആർക്ക് അതിർത്തിയുള്ളത്? പാകിസ്ഥാന് അതിർത്തിയുള്ളത്. അതുകൊണ്ട് നമുക്ക് എന്ത് പോയിന്റ് കിട്ടി? ഇന്ത്യയുടെ ഏറ്റവും കുറവ് സംസ്ഥാനങ്ങളുമായിട്ട് അതിർത്തിയുള്ള ഇന്ത്യയുടെ അയൽരാജ്യമാണ് ഏത്? പാകിസ്ഥാൻ എന്ന് പറയുന്നത്. അടുത്ത നമ്മൾ കേന്ദ്രഭരണ പ്രദേശം നോക്കി, ജമ്മു ആൻഡ് കാശ്മീർ, ലഡാക്ക് അല്ലേ. അപ്പോൾ ഏറ്റവും കൂടുതൽ കേന്ദ്രഭരണ പ്രദേശവുമായിട്ട് അതിർത്തിയുള്ളത് ആർക്ക് എന്ന് ചോദിച്ചാൽ അത് പാകിസ്ഥാനാണ്. ഏറ്റവും കൂടുതൽ കേന്ദ്രഭരണ പ്രദേശവുമായി അതിർത്തിയുള്ളത് ആർക്ക് എന്ന് ചോദിച്ചാൽ അത് പാകിസ്ഥാനാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. അതിർത്തിയുമായി റിലേറ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ് നമ്മളിന്ന് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതിർത്തിയുമായി റിലേറ്റ് ചെയ്യുന്ന ഇത്രയും കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കുക. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത ചോദ്യത്തിലേക്ക് നമ്മൾ പോവുകയാണ് സുഹൃത്തുക്കളെ. വിച്ച് എമംഗ് ദി ഫോളോയിങ് സ്റ്റേറ്റ്സ് ഹാസ് ദ ലോങ്സ്റ്റ് mainland coastline in India? Okay, which among the following states has the longest mainland coastline? ഏത് സംസ്ഥാനത്തിനാണ്, ഈ താഴെ കൊടുത്തിരിക്കുന്ന ഏത് സംസ്ഥാനത്തിനാണ് ഏറ്റവും ദൈർഘ്യമുള്ള കോസ്റ്റൽ റീജിയൻ ഉള്ളത്? ഏറ്റവും ദൈർഘ്യമുള്ള കോസ്റ്റൽ റീജിയൻ ഉള്ളത് എന്ന് ചോദിച്ചാൽ അത് ഗുജറാത്തിനാണ് ഏറ്റവും ലോങ്സ്റ്റ് ആയിട്ടുള്ള കോസ്റ്റൽ റീജിയൻ ഉള്ളത്. കേട്ടോടെ, ഗുജറാത്തിനാണ് ഏറ്റവും ലോങ്സ്റ്റ് ആയിട്ടുള്ള കോസ്റ്റൽ റീജിയൻ ഉള്ളത്, ഗുജറാത്ത്. ഓക്കെ, അപ്പോൾ വിച്ച് എമംഗ് ദ ഫോളോയിങ് സ്റ്റേറ്റ്സ് ഹാസ് ദ ലോങ്സ്റ്റ് മെയിൻലാൻഡ് കോസ്റ്റൽ ലൈൻ ഇന്ത്യ എന്ന് ചോദിച്ചാൽ ഗുജറാത്തിനാണ് ഏറ്റവും ലോങ്സ്റ്റ് ആയിട്ടുള്ള കോസ്റ്റൽ റീജിയൻ ഉള്ളത്. ഓക്കെ, അപ്പോൾ ഇന്ത്യ എടുക്കുകയാണെങ്കിൽ ഇന്ത്യക്ക് എത്ര കോസ്റ്റൽ റീജിയൻ ഉണ്ട്, എത്ര ദൈർഘ്യമുണ്ട് എന്ന് ചോദിച്ചാൽ നമ്മുടെ 2 ദ്വീപുകൾ ഉൾപ്പെടെ ആണെങ്കിൽ 7516.6 ആണ്. 7516.6 ആണ് ഇന്ത്യയുടെ കോസ്റ്റൽ ലെങ്ത് എന്ന് പറയുന്നത്. കേട്ടോടെ, ഇന്ത്യയുടെ തീരദേശ ദൈർഘ്യം കോസ്റ്റൽ ലെങ്ത് എന്ന് പറയുന്നത് 7516.6 ആണ്. 7516.6 ആണ് ഇന്ത്യയുടെ കോസ്റ്റൽ ലെങ്ത് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ആരൊക്കെ ചേരുമ്പോഴാണ് ഈ ഒരു കോസ്റ്റൽ ലെങ്ത് ഇന്ത്യക്ക് ലഭിക്കുന്നത്? ആരൊക്കെ ചേരുമ്പോഴാണ്? ലക്ഷദ്വീപും ആൻഡമാൻ ആൻഡ് നിക്കോബാർ ദ്വീപും ഉൾപ്പെടെയാണ് ഈ ഒരു ലെങ്ത് ഉള്ളത്. ഓക്കെ, ലക്ഷദ്വീപിനെയും ആൻഡമാൻ നിക്കോബാർ ദ്വീപിനെ കൂടി ഉൾപ്പെടുത്തുമ്പോഴാണ് ഇന്ത്യക്ക് ഇത്രയും ലെങ്തി ആയിട്ടുള്ള ഒരു കോസ്റ്റൽ കോസ്റ്റൽ ഏരിയ കിട്ടുന്നത്. എന്നാൽ ഇതിൽ നിന്ന് ഇവരെ ഒഴിവാക്കി കഴിഞ്ഞാൽ 6100 കിലോമീറ്റർ ആണ് ഇന്ത്യയുടെ കോസ്റ്റൽ ലെങ്ത് എന്ന് പറയുന്നത്. കേട്ടോടെ, ഇതിൽ ഏറ്റവും കൂടുതലുള്ളത് ആർക്ക് എന്ന് ചോദിച്ചാൽ ഇത് ഗുജറാത്തിനാണ്. അപ്പോൾ ഇന്ത്യയുടെ പ്രധാന കരഭാഗത്തെയാണ് നമ്മൾ എടുത്ത് നോക്കുന്നതെങ്കിൽ ഇന്ത്യയുടെ പ്രധാന കരഭാഗത്തെ എടുത്ത് നോക്കിയാൽ ഇന്ത്യയുടെ കോസ്റ്റൽ ലെങ്ത് എന്ന് പറയുന്നത് എത്രയാണ്? 6100 കിലോമീറ്റർ ആണ് ഇന്ത്യയുടെ കോസ്റ്റൽ ലെങ്ത് എന്ന് പറയുന്നത്. 6100 കിലോമീറ്റർ ആണ്. അപ്പോൾ നമ്മുടെ ചോദ്യം വളരെ ഈസി ആയിട്ട് നമുക്ക് കിട്ടി. ഇന്ത്യക്ക് ഏറ്റവും കൂടുതൽ കോസ്റ്റൽ ഒരു ലെങ്ത് ഉള്ളത് ആർക്ക് എന്ന് ചോദിച്ചാൽ അത് ഗുജറാത്തിനാണ്. ഇത് PSCയുടെ എക്സാമുകൾക്ക് വരെ ചോദിച്ചിട്ടുള്ള ഒന്നാണ്. അപ്പോൾ കൃത്യമായിട്ട് ഓർത്തിരിക്കുക. ഇന്ത്യയുടെ പ്രധാന കരഭാഗത്തെ മാത്രം എടുത്താണ് നോക്കുന്നതെങ്കിൽ 6100 കിലോമീറ്റർ വരെ മാത്രമാണ് ഇന്ത്യയുടെ കോസ്റ്റൽ ലെങ്ത് എന്ന് പറയുന്നത്. അല്ല, ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളെ കൂടി എടുക്കുകയാണെങ്കിൽ നമുക്ക് 7516.6 ആയിരിക്കും ഇന്ത്യയുടെ കോസ്റ്റൽ ലെങ്ത് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇന്ത്യയുടെ കോസ്റ്റൽ ലെങ്ത് പറയുമ്പോൾ എവിടെയൊക്കെയാണ് കോസ്റ്റൽ ലെങ്ത് ഉള്ളത് എന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കണം. ഓക്കെ, ആർക്കൊക്കെ എങ്ങനെ? അപ്പോൾ ഇന്ത്യക്ക് 2 സമുദ്രം ഒന്നേ ഉള്ളൂ, ഇന്ത്യൻ മഹാസമുദ്രമാണ്. ഇന്ത്യക്ക് 2 പേരുമായിട്ടാണ് ഒരു കടൽ വരുന്നത്, 2 കടലുകളാണ് വരുന്നത്. ഒന്ന് അറബിക്കടലാണ് ഇന്ത്യക്ക് വരുന്നത്, ഒന്ന് അറബിക്കടലാണ്. അറബിക്കടലുമായിട്ട് എത്ര സംസ്ഥാനങ്ങൾക്ക് കോസ്റ്റൽ റീജിയൻ ഉണ്ട് എന്ന് ചോദിച്ചാൽ അറബിക്കടലുമായി 5 സംസ്ഥാനങ്ങൾക്ക് കോസ്റ്റൽ റീജിയൻ ഉണ്ട്. 5 എണ്ണം ഏതൊക്കെയെന്ന് നമുക്ക് നോക്കാം. ഒന്ന് ഗുജറാത്ത്, 2 മഹാരാഷ്ട്ര, 3 ഗോവ, 4 കർണാടക, 5 കേരളം,
5 കേരളം. ഓക്കെ, അപ്പോൾ അറബിക്കടലുമായിട്ടാണ് നമുക്ക് അറബിക്കടലുമായിട്ട് തീരദേശം നോക്കുകയാണെങ്കിൽ അറബിക്കടലുമായിട്ട് ഈ തീരപ്രദേശം ഷെയർ ചെയ്യുന്ന സംസ്ഥാനങ്ങൾ ചോദിക്കുകയാണെങ്കിൽ അത് 5 സംസ്ഥാനങ്ങൾക്കാണുള്ളത്. ഗുജറാത്ത്, മഹാരാഷ്ട്ര, ഗോവ, കർണാടക, കേരളം അല്ലേ? കേരളം ഈ 5 സംസ്ഥാനങ്ങൾക്കാണുള്ളത്. ഇനി ബംഗാൾ ഉൾക്കടൽ, ബേ ഓഫ് ബംഗാളാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ ബംഗാൾ ഉൾക്കടൽ, ബേ ഓഫ് ബംഗാൾ ഉൾക്കടലാണെങ്കിൽ അത് 4 പേരാണുള്ളത്. ഒന്ന് എന്ന് പറയുന്നത് വെസ്റ്റ് ബംഗാൾ, രണ്ട് എന്ന് പറയുന്നത് ഒഡീഷ, 3 എന്ന് പറയുന്നത് ആന്ധ്രാപ്രദേശ്, 4 തമിഴ്നാട്. അപ്പോൾ ടോട്ടൽ എത്ര സംസ്ഥാനങ്ങൾക്കാണ് ഈ കോസ്റ്റൽ റീജിയൻ ഉള്ളത് എന്ന് ചോദിച്ചാൽ അത് 9 സംസ്ഥാനങ്ങൾക്കാണ്. എത്ര സംസ്ഥാനങ്ങൾക്ക് കോസ്റ്റൽ ഏരിയ ഉണ്ട്? 9 സംസ്ഥാനങ്ങൾക്കാണ് നമുക്ക് കോസ്റ്റൽ റീജിയൻ ഉള്ളത്. അറബിക്കടലുമായിട്ട് 5 സംസ്ഥാനങ്ങളുണ്ട്, ബംഗാൾ ഉൾക്കടലുമായിട്ട് 4 സംസ്ഥാനങ്ങളുണ്ട്. 9 സംസ്ഥാനങ്ങൾക്കാണ് നമുക്ക് ഈ തീരദേശമുള്ളത്. ഇതിൽ ഏറ്റവും ലെങ്ത് ആയിട്ടുള്ളത് ആർക്ക് എന്ന് ചോദിച്ചാൽ അത് ഗുജറാത്തിനാണ്. ഈ ഒരു തീരങ്ങൾ എടുക്കുകയാണെങ്കിൽ തുറമുഖങ്ങൾ നിർമ്മിക്കാൻ നമുക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഭാഗം ഏത് എന്ന് ചോദിച്ചാൽ അത് അറബിക്കടൽ, അത് പടിഞ്ഞാറൻ തീരമാണ് കേട്ടോ. അറബിക്കടലുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന പടിഞ്ഞാറൻ തീരമാണ് നമുക്ക് കൂടുതലായിട്ടും തുറമുഖങ്ങൾ നിർമ്മിക്കാൻ അനുയോജ്യം. കാരണം ഇവിടെ സ്വാഭാവികമായിട്ട് ആഴം വളരെ കൂടുതലുള്ള പ്രദേശമാണ് ഈ ഒരു അറബിക്കടലിന്റെ കോസ്റ്റൽ ആ ഒരു റീജിയൻ എന്ന് പറയുന്നത്. ഓക്കെ, what is the approximate total length of coastal line of India including the coastal line of Lakshadweep Islands and Andaman and Nicobar Island? ഇന്ത്യയുടെ തീരദേശ ദൈർഘ്യം എത്രയാണ്? ഇന്ത്യയിലെ കോസ്റ്റൽ ഏരിയയുടെ ആ ഒരു ലെങ്ത് എത്ര എന്ന് ചോദിച്ചാൽ അത് 7517 കിലോമീറ്റർ ആണ്. 7517 കിലോമീറ്റർ ആണ്. ഇനി ലാൻഡ് ബൗണ്ടറി എത്ര എന്ന് ചോദിച്ചാൽ 15106.7 കിലോമീറ്റർ ആണ്. ഇന്ത്യയുടെ ലാൻഡ് ബൗണ്ടറി എത്ര എന്ന് ചോദിച്ചാൽ 15106.7 കിലോമീറ്റർ ആണ്. 15106.7 കിലോമീറ്റർ ആണ്. 15106.7 കിലോമീറ്റർ ആണ് ഇന്ത്യയുടെ ലാൻഡ് ബൗണ്ടറി എന്ന് പറയുന്നത്. ഇന്ത്യയുടെ നോർത്ത് സൗത്ത് ലെങ്ത്, നോർത്ത് മുതൽ സൗത്ത് വരെയുള്ള ലെങ്ത് എത്രയെന്ന് ചോദിച്ചാൽ 3214 കിലോമീറ്റർ ആണ്. 3214 കിലോമീറ്റർ ആണ് ഇന്ത്യയുടെ നോർത്ത് സൗത്ത് ലെങ്ത് എന്ന് പറയുന്നത്. 3214 കിലോമീറ്റർ ആണ്. 3214 കിലോമീറ്റർ ആണ്. ഓക്കെ, ഇന്ത്യയുടെ ഈസ്റ്റ് വെസ്റ്റ് ലെങ്ത് എത്ര എന്ന് ചോദിച്ചാൽ 2933 കിലോമീറ്റർ ആണ്. 2933 കിലോമീറ്റർ ആണ് ഇന്ത്യയുടെ ഈസ്റ്റ് വെസ്റ്റ് ലെങ്ത് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അവർ പറഞ്ഞിരിക്കുന്നത് ലക്ഷദ്വീപും ആൻഡമാൻ നിക്കോബാർ ദ്വീപും ഉൾപ്പെടെയുള്ള ഇന്ത്യയുടെ ആ ഒരു അപ്രോക്സിമേറ്റ് കോസ്റ്റൽ ലൈനിന്റെ ലെങ്ത് എത്രയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 7517 കിലോമീറ്റർ ആണ്. ഇനി ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ ഇല്ല എങ്കിൽ എത്രയുണ്ട്? 6100 കിലോമീറ്റർ ഉണ്ട്. 6100 കിലോമീറ്റർ ഉണ്ട്. ആൻഡമാൻ നിക്കോബാർ ദ്വീപ് ഇല്ല എങ്കിൽ 6100 കിലോമീറ്റർ ആണ് ലെങ്ത് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇന്ത്യയുടെ ലാൻഡ് ബൗണ്ടറി എത്രയെന്ന് ചോദിച്ചാൽ 15106.7 കിലോമീറ്റർ ആണ്. ഇന്ത്യയുടെ നോർത്ത് സൗത്ത് ലെങ്ത് എത്രയെന്ന് ചോദിച്ചാൽ 3214 കിലോമീറ്റർ ആണ്. ഇന്ത്യയുടെ ഈസ്റ്റ് വെസ്റ്റ് ലെങ്ത് എത്രയെന്ന് ചോദിച്ചാൽ 2933 കിലോമീറ്റർ ആണ്. അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. Which of the following is the highest peak in India? ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? അപ്പോൾ പൂർണ്ണമായി ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്നതാണെങ്കിൽ അത് കാഞ്ചൻജംഗയാണ്. ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്നതിൽ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏത് എന്ന് ചോദിച്ചാൽ അത് കാഞ്ചൻജംഗയാണ്. പക്ഷേ അത് പൂർണ്ണമായും ഇന്ത്യയിലാണെങ്കിൽ ആണത് കാഞ്ചൻജംഗ, അല്ല എങ്കിൽ നമ്മൾ മൗണ്ട് കെറ്റുവിനെയാണ് പറയുന്നത്. ഗോഡ്വിൻ ഓസ്റ്റിൻ അല്ലെങ്കിൽ മൗണ്ട് കെറ്റു. അതിപ്പോൾ പാക് ഒക്കുപ്പൈഡ് കാശ്മീരിലാണ്, കാരക്കോറം മലനിരകളിൽ പാക് ഒക്കുപ്പൈഡ് കാശ്മീരിലാണ് അത് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി എന്ന് ചോദിച്ചാൽ അത് കാഞ്ചൻജംഗയാണ്. ലോകത്തിലാണെങ്കിൽ ഏതാണ്? മൗണ്ട് എവറസ്റ്റ് ആണ്. ലോകത്തിലാണെങ്കിൽ അത് ഏതാണ്? മൗണ്ട് എവറസ്റ്റ് ആണ്. നമ്മുടെ നേപ്പാളിൽ ഹിമാദ്രിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. നേപ്പാൾ എന്ന് പറയുന്ന രാജ്യത്തിൽ സാഗർമാത എന്ന് പറയുന്ന നാഷണൽ പാർക്കിൽ ഹിമാദ്രി എന്നറിയപ്പെടുന്ന ആ ഒരു പീക്കിലാണ് ആര് സ്ഥിതി ചെയ്യുന്നത്? മൗണ്ട് എവറസ്റ്റ് സ്ഥിതി ചെയ്യുന്നത്. കാഞ്ചൻജംഗയും അവിടെ തന്നെയാണ്. കാഞ്ചൻജംഗയും ഹിമാദ്രിയിൽ തന്നെയാണ്. സിക്കിമിലാണ് ഈ കാഞ്ചൻജംഗ കൊടുമുടി സ്ഥിതി ചെയ്യുന്നത്.
ഓക്കെ, നിരവധി ആൾക്കാർ കയറാറുണ്ട്. പക്ഷേ ഇതിൻ്റെ ആ മുകളിൽ നെറുകയിൽ അതിൻ്റെ ആ ഒരു ടോപ്പ് പൊസിഷനിൽ ചവിട്ടരുത് എന്ന് പറഞ്ഞ് നിബന്ധനയോടുകൂടിയാണ് കാഞ്ചൻജംഗയിലേക്ക് ആൾക്കാരെ കയറ്റിവിടുന്നത്. ആനമുടി ഏതാണ് നമുക്കറിയാം. നമ്മുടെ ആ ഒരു സൗത്ത് ഇന്ത്യ എടുക്കുകയാണെങ്കിൽ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് ഏത്? ആനമുടി. സൗത്ത് ഇന്ത്യ എടുത്താൽ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് ആനമുടി എന്ന് പറയുന്ന ഒരു ഭാഗം സൗത്ത് ഇന്ത്യയിൽ. ഇനി സൗത്ത് ഇന്ത്യയിലെ രണ്ടാമത്തെ ഹയസ്റ്റ് പീക്ക് ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉത്തരം പലപ്പോഴും PSCയുടെ മേഖലകളിൽ നിന്നൊക്കെ വരുന്നത് നമ്മുടെ NCERT ടെക്സ്റ്റിലൊക്കെ കൊടുത്തിരിക്കുന്നത് ധോഡ ബെട്ടയാണ് കേട്ടോ. ധോഡ ബെട്ടയുടെ ഉയരം എന്ന് പറയുന്നത്, നമ്മുടെ ആനമുടിയുടെ ഉയരം എന്ന് പറയുന്നത് 2695 മീറ്റർ ആണ്. ധോഡ ബെട്ടയുടെ ഉയരം എന്ന് പറയുന്നത് 2637 മീറ്റർ ആണ്. 2637 മീറ്റർ ആണ്. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ ഉയരം കൂടിയ കൊടുമുടി ഏത് എന്ന് ചോദിച്ചാൽ അത് ധോഡ ബെട്ട ഒന്ന് ആലോചിച്ച് വയ്ക്കുക. NCERT പാഠപുസ്തകങ്ങളിൽ അത് ധോഡ ബെട്ടയാണ് കൊടുത്തിരിക്കുന്നത്. 2637 മീറ്റർ ആണ് അതിൻ്റെ ഉയരം എന്ന് പറയുന്നത്. ഇത് നീലഗിരി ഹിൽസിലാണ് സ്ഥിതി ചെയ്യുന്നത്. നമ്മുടെ തമിഴ്നാട്ടിലെ നീലഗിരി ഹിൽസിലാണ് ഈ ധോഡ ബെട്ട സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. വളരെ ഈസി ആയിട്ടുള്ള അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. ഓക്കെ, അടുത്ത ചോദ്യം നമുക്ക് നൽകിയിട്ടില്ല. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ് നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് ഇത്രയും ചുരുങ്ങിയ ഒരു ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്തിട്ടുള്ളത്. വളരെ ഈസി ആയിട്ടുള്ള ചോദ്യങ്ങളായതുകൊണ്ട് കൂടുതലായിട്ട് അതിനെക്കുറിച്ച് പറയുന്നില്ല. എന്തായാലും നന്നായിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ എടുത്തുകൊണ്ടുള്ള ക്ലാസ്സുകളുണ്ട്. ആ ക്ലാസ്സിലൊക്കെ നിങ്ങൾ പങ്കെടുക്കുക. ഇപ്പോൾ ചോദ്യങ്ങൾ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് പറയാവുന്ന ചോദ്യങ്ങളും അവയുടെ ചുരുങ്ങിയ പോയിന്റുകൾ മാത്രമേ ഉള്ളൂ. ഇവയെല്ലാം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ടതുണ്ട്. ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സുകൾ എന്തായാലും ഉടനെ തന്നെ വരുന്നുണ്ട്. അതൊക്കെ കൃത്യമായിട്ട് കാണുക. അപ്പോൾ നിങ്ങൾക്ക് PSC ആയാലും SSC ആയാലും RRB ആയാലും ഏതൊരു എക്സാമിന് വേണ്ടിയാണെങ്കിലും തീർച്ചയായിട്ടും ടാലൻറ്റ് അക്കാഡമിയെ സമീപിക്കാവുന്നതാണ്. ഇതിൻ്റെ ഒരു ചെറിയൊരു വേർഷൻ മാത്രമാണ് നിങ്ങൾക്കിപ്പോൾ യൂട്യൂബിലൂടെയൊക്കെ ലഭിക്കുന്നത്. ഇതിൻ്റെ ഒരു ബൃഹത്തായ നോട്ട്സും അതേ +1 +2 ടെക്സ്റ്റുകൾ ഉൾപ്പെടുത്തിയുള്ള ക്ലാസ്സുകളെല്ലാം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഓൺലൈൻ ഓഫ്ലൈൻ രീതിയിൽ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്, നിങ്ങൾക്ക് ലഭ്യമാണ്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ ആ ഒരു ഓഫീസിൽ ഓഫ്ലൈൻ സെൻറ്റേഴ്സിലെ ഓഫീസിലൊക്കെ നിങ്ങൾ ബന്ധപ്പെടുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അടുത്ത് ഇതേപോലെ ചില ചോദ്യങ്ങളും അവയുടെ ചില വേണ്ടപ്പെട്ട കാര്യങ്ങൾ മാത്രം ചർച്ച ചെയ്തുകൊണ്ട് നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ കണ്ടുമുട്ടാം. അതുവരെയും എല്ലാവർക്കും ശുഭദിനം നേരുന്നു.